ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾക്ക് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്ലിപ്പ് നോഡാണ്. സോ സ്ലിപ്പ് നോഡ് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മളിതിപ്പോൾ കൈ കൊണ്ട് എടുക്കുന്ന രീതിയായി ഇപ്പോൾ കാണിച്ചത്. ഇതിങ്ങനെ നമുക്ക് ഹുക്ക് കയറ്റി ഈ സ്ലിപ്പ് നോഡ് ടൈറ്റ് ചെയ്യുകയും ലൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ഇനി നമുക്ക് ക്രോഷ്യ ഹുക്ക് കൊണ്ട് എങ്ങനെയാണ് സ്ലിപ്പ് നോട്ട് എടുക്കുന്നത് നോക്കാം. ക്രോഷ്യ ഹുക്ക് കൊണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യാൺ ഒന്ന് ബെൻഡ് ചെയ്യുക. അതിന് ശേഷം ആ ഹോളിലൂടെ ക്രോഷ്യ ഹുക്ക് കയറ്റിയിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ആ യാണിനെ പിടിച്ച് അകത്തേക്ക് ആ ഹോളിലൂടെ അകത്തേക്ക് വലിച്ചാൽ ഒരു സ്ലിപ്പ് നോട്ടായി. സ്ലിപ്പ് നോട്ട് ഒരിക്കലും നമ്മൾ ടൈറ്റ് ചെയ്യല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ചെയിൻ സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഈ സ്ലിപ്പ് നോട്ട് എടുത്തിട്ട് ആ ഹോളിലേക്ക് ആ ത്രെഡ് അകത്തേക്ക് വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഈ ഹോളിലൂടെയാണ് നമ്മൾ ബാക്കി ക്രോഷ്യ എല്ലാം ചെയ്യുന്നത്. നമ്മൾ ക്രോഷ്യയുടെ എല്ലാം ബേസിക്കായിട്ട് ചെയ്യുന്നതാണ് ഈ ചെയിൻ സ്റ്റിച്ച്. നമ്മൾ ഏത് ക്രോഷ്യ ചെയ്യുവാണെങ്കിലും ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അത് സിംഗിൾ ക്രോഷ്യ ആണെങ്കിലും ഡബിൾ ക്രോഷ്യ ആണെങ്കിലും ട്രിപ്പിൾ ആണെങ്കിലും ഹാഫ് ഡബിൾ ആണെങ്കിലും എന്നാ ക്രോഷ്യ ചെയ്യാനാണെങ്കിലും നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് എടുക്കണം. ഇനി നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് നോക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ചെയിൻ വിട്ടിട്ട് മൂന്നാമത്തെ ചെയിനിൻ്റെ ഹോളിലേക്കാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതിലേക്ക് ഹുക്ക് കയറ്റിയ അതിൽ 2 ലൂപ്പ് ഉണ്ടാകും ഹുക്കിൽ. എന്നിട്ട് ആ ത്രെഡ് നമ്മൾ ആ 2 ലൂപ്പിലൂടെയും അകത്തേക്ക് നിന്ന് പുറത്തേക്ക് വലിക്കുമ്പോഴത്തേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ആകും. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ചെയിനിൻ്റെ ഹോളിലേക്കും ഈ ഹുക്ക് കയറ്റി ഇറക്കുക, 2 ലൂപ്പ് ഉണ്ടാക്കുക, പിന്നെ ആ ത്രെഡ് അകത്തേക്ക് വലിക്കുക. അങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു പോകുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു ലെയർ ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് താഴെയും മുകളിലും ചെയിൻ സ്റ്റിച്ച് പോലെ തോന്നും. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് നമുക്ക് ഒരു 2 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. അതിനുശേഷം ആദ്യം നമ്മൾ ചെയ്തതുപോലെ ആ 2 ചെയിൻ വിട്ട് മൂന്നാമത്തെ ആ ക്രോഷ്യയുടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത ആ ഹോളിലേക്ക് നമ്മൾ ഹുക്ക് കയറ്റി അവിടുന്ന് സിംഗിൾ ക്രോഷ്യ ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് തിരിച്ച് നോക്കുമ്പോൾ അറിയാം, നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ സ്റ്റിച്ച് പോലെ ഇവിടെയും സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്ത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് കാണാം. സോ അതിൻ്റെ ഓരോ ഹോളിലേക്കും കയറ്റി നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് ആദ്യത്തെ പ്രോസസ്സ് റിപ്പീറ്റ് പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ സിംഗിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 ലെയറാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും ചെറിയ സ്റ്റിച്ചാണ് സിംഗിൾ ക്രോഷ്യയുടേത്. അടുത്തടുത്തായിട്ടാണ് വരുന്നതും. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയിൻ സ്റ്റിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ എടുത്ത പോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ 2 ചെയിൻ വിട്ട് മൂന്നാമത്തെ ചെയിനിലാണ് ഡബിൾ ക്രോഷ്യ എടുക്കുന്നത്. അതിനു മുമ്പ് ആ ത്രെഡ് നമ്മൾ ഹുക്കിൻ്റെ മുകളിലൂടെ ഒന്ന് കൊണ്ടുവരിക. അതിനുശേഷം ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ മൂന്നാമത്തെ ചെയിനിലേക്ക് ഹുക്ക് ഇറക്കി ആ പുറത്തേക്ക് കിടക്കുന്ന ത്രെഡിനെ നമ്മൾ ആ ലൂപ്പിനകത്തൂടെ അകത്തേക്ക് വലിച്ച് എടുക്കുമ്പോഴത്തേക്ക് ആ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കാണാം. അതിനുശേഷം നമ്മൾ ആ ത്രെഡിനെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കും. സോ ഹുക്കിൽ 2 ലൂപ്പ് വരും ത്രെഡിൻ്റെ. പിന്നെ ഒന്നുകൂടെ നമ്മൾ ആ പുറത്തേക്ക് കിടക്കുന്ന ത്രെഡിനെ ആ ലൂപ്പിലൂടെ വലിച്ചെടുക്കുമ്പോൾ 1 ലൂപ്പ് വരും. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. സോ നമ്മളിവിടെ ഒരു ലെയർ ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് സിംഗിൾ ക്രോഷ്യേനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും ഡബിൾ ക്രോഷ്യ. നമുക്ക് നോക്കുവാണെങ്കിൽ താഴത്തെ ചെയിൻ സ്റ്റിച്ചിൻ്റെ ലെയർ പോലെ നമുക്ക് മുകളിലും ഒരു ചെയിൻ സ്റ്റിച്ച് ലെയർ കാണാം. അപ്പോൾ ഈ ലെയറിലേക്കാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യയുടെ ലെയർ എടുക്കുന്നത്. ഞാനിവിടെ ക്ലിയർ ആയിട്ട് കാണിക്കുക ഏത് ഹോളിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ എടുക്കുന്നതെന്ന്. ഇത് ഈ ഹോളിലേക്കാണ് ഇപ്പോൾ ഞാൻ ഇടയിലുള്ള ഹോൾ കാണിക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ ഹോളിലേക്കാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ എടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ എടുക്കാം ഡബിൾ ക്രോഷ്യയുടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം പഴയതുപോലെ തന്നെ താഴത്തെ ചെയിനിൻ്റെ ഓരോ ഹോളിലേക്കും ഡബിൾ ക്രോഷ്യ എടുത്ത് ആ ലെയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ഈ ലെയർ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോഷ്യ വർക്ക് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് ത്രെഡ് ടൈറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. നമ്മൾ ആവശ്യത്തിന് ത്രെഡ് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ത്രെഡ് ആ ലൂപ്പിനകത്തൂടെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വിട്ടാൽ മതി. അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ. സോ ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ വർക്ക്. ഇവിടെ നമ്മൾ 2 ലെയർ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യയാണ്. ഡബിൾ ക്രോഷ്യ അറിയാവുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാഫ് ഡബിൾ ക്രോഷ്യ ഡബിൾ ക്രോഷ്യ പോലെ തന്നെയാണ്, ഒരു ചെറിയ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം ത്രെഡ് ഹൂക്കിൻ്റെ മുകളിലൂടെ ഒന്ന് കൊണ്ടുവന്നിട്ട് 2 ചെയിൻ വിട്ട് 3ാമത്തെ ചെയിനിൻ്റെ ഹോളിലേക്ക് ഹൂക്ക് ഇറക്കി നമ്മൾ ത്രെഡിനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. നമുക്ക് ഡബിൾ ക്രോഷ്യയുടെ പോലെ തന്നെ 3 ലൂപ്പ് ഹൂക്കിൽ വരും. അതിനുശേഷം നമ്മൾ ആ ത്രെഡ് ആ ഫുൾ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക ചെയ്യുന്നത്. അല്ലാതെ ഡബിൾ ക്രോഷ്യയുടെ പോലെ 2 ലൂപ്പിലൂടെ അല്ല, ഫുൾ ലൂപ്പിലൂടെ ഒറ്റയടിക്ക് പുറത്തേക്ക് എടുക്കുകയാണ്. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒരു ലെയർ ഹാഫ് ഡബിൾ ക്രോഷ്യ ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെയർ ചെയ്യുമ്പോൾ ഈ ഹോളിലൊക്കെയാണ് നമ്മൾ അടുത്ത ക്രോഷ്യ ചെയ്യുന്നത്, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ 2 ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ആ ചെയിൻ്റെ ഹോളിലേക്കെല്ലാം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോവുക. സാധാരണ മറ്റേ ക്രോഷ്യ എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഹാഫ് ഡബിൾ ക്രോഷ്യ ഇവിടെ 2 ലെയർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ത്രെഡ് കട്ട് ചെയ്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിനുശേഷം 3 ചെയിനിൻ്റെ ഹോള് വിട്ട് 4ാമത്തെ ചെയിനിൻ്റെ ഹോളിലേക്കാണ് ഇത് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ എടുക്കുക. സോ ആദ്യമായിട്ട് നമ്മൾ യാൺ 2 പ്രാവശ്യം ആ ഹുക്കിലൂടെ ഒന്ന് ചുറ്റുക. അതിനുശേഷം ഈ ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ ത്രെഡ് ഈ ഹോളിലൂടെ വലിച്ചെടുക്കുമ്പം നമുക്കിതിൽ 4 ലൂപ്സ് കിട്ടും. ഹുക്കിൽ 4 ലൂപ്സ് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ യാണിനെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് 3 ലൂപ്പ് കിട്ടും. അടുത്ത 2 ലൂപ്പിലൂടെ പിന്നെയും ആ യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടും. പിന്നീട് ആ 2 ലൂപ്പിലൂടെ ആ ത്രെഡിനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് 1 ലൂപ്പ് കിട്ടും. ഇതാണ് നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ. ഇനി ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്തങ്ങ് ആ ലെയർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
ഇവിടെ ഒരു ലെയർ ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു 3 ചെയിൻ സ്റ്റിച്ച് എടുക്കണം. എന്നിട്ടാണ് നെക്സ്റ്റ് ലെയർ ചെയ്യാൻ തുടങ്ങുന്നത്. സാധാരണ നമ്മൾ 2 ചെയിൻ സ്റ്റിച്ച് ആയിരുന്നു ഇത്രയും നേരം എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ 3 ചെയിൻ സ്റ്റിച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ബാക്കി ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു പോകാം. സോ നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ 2 ലെയർ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനിഷിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാ ക്രോഷ്യ ചെയ്തപ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കുറച്ച് ത്രെഡ് വെളിയിലേക്ക് കിടപ്പുണ്ട്. അത് നമുക്ക് ഓരോ ഹോൾസിലും കയറ്റി ഈ നീഡിൽ വെച്ച് കയറ്റി വയ്ക്കാം. നമുക്ക് ക്രോഷ്യ ഹുക്ക് വെച്ചും നമുക്ക് ഫിനിഷിങ് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാജിക് നോട്ടാണ്. 2 ത്രെഡിനെ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാജിക് നോട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് റെഡ് കളർ ത്രെഡിനെ നമുക്ക് ആ വൈറ്റ് കളർ ത്രെഡിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ വൈറ്റ് കളർ ത്രെഡിൻ്റെ എൻഡും നമ്മുടെ റെഡ് കളർ ത്രെഡിലേക്കൊന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഇനി നമ്മൾ 2 ത്രെഡിലും പിടിച്ചൊന്ന് വലിക്കുമ്പോഴത്തേക്ക് ഈ 2 ത്രെഡും കൂടെ ജോയിൻ ആയിക്കോളും. ഇതാണ് മാജിക് നോട്ട്. ഇനി ആ എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം.